കോട്ടയം മെഡിക്കൽ കോളേജിലെ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ഉടൻ മാറ്റണമെന്ന മന്ത്രിതല യോഗത്തിലെ തീരുമാനം നടപ്പായില്ല. ഉദ്ഘാടനത്തിന് കാത്തുനിൽക്കാതെ പുതിയ കെട്ടിടത്തിലേക്ക് രോഗികളെ മാറ്റണം എന്നായിരുന്നു തീരുമാനം. മെയ് 30-നാണ് മന്ത്രിമാരായ വീണ ജോർജും വി എൻ വാസവനും പങ്കെടുത്ത യോഗം നടന്നത്. ഉദ്യോഗസ്ഥ വീഴ്ച വ്യക്തമാക്കുന്ന രേഖ 24-ന് ലഭിച്ചു. മെഡിക്കൽ കോളേജിന്റേത് ഗുരുതര വീഴ്ചയെന്ന് ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു. ഇതിനകത്ത് പല നിലയിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ പണി പൂർത്തിയായ മെഡിക്കൽ കോളേജ് രണ്ടും തുറന്നില്ല. അവിടെ സാധനങ്ങളില്ലേ? അതാണോ കാരണം? ഈ ഒഴിഞ്ഞ മുറി അല്ലെങ്കിൽ എഴിഞ്ഞ കെട്ടിടം എന്ന് എന്തിനു പറഞ്ഞു? വലിയ തെറ്റാണത് അങ്ങനെ പറഞ്ഞത്. കേരള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടന്നു. ആരാണ് തെറ്റിദ്ധാരണ ശ്രമം ഉണ്ടാക്കിയത്? അതൊക്കെ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ മാത്രമേ തെളിയത്തുള്ളൂ. സോളാർ സമയത്ത് ജുഡീഷ്യൽ ആവശ്യപ്പെട്ടവർ ഇതിനെ ഭയപ്പെടുന്നതിനാ? നിങ്ങൾ ധൈര്യപൂർവ്വം ഉമ്മൻചാണ്ടി ഇരുന്ന പോലെ കമ്മീഷന് മുന്നിൽ ഇരിക്കണം. ആരെയാ ഭയക്കുന്നത്? ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി 2.5 വർഷമായിട്ട് കൂടിയിട്ടില്ല. അത് വിളിക്കാത്ത ആരാണ് ഉത്തരവാദി? അതിന് അന്വേഷണം നടത്തുന്നതിൻ്റെ ചെയർമാനാണോ? അല്ലല്ലോ. അപ്പോൾ ഒരിക്കലും സാറ്റിസ്ഫാക്ടറി അല്ല. ദീപക് ധർമ്മടം കോഴിക്കോട്ട് എന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക്, ഈ മന്ത്രിമാർ പങ്കെടുത്ത യോഗത്തിൽ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കേണ്ടതില്ല, കെട്ടിടത്തിന്റെ പ്രവർത്തനം തുടങ്ങട്ടെ എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. ഉദ്ഘാടനം പിന്നീട് നടത്താം, അത് മുഖ്യമന്ത്രിയുടെ അടക്കം സമയം അതിന് തേടുന്ന കാര്യമൊക്കെ ആ ഘട്ടത്തിൽ പരിഗണനയിലുണ്ടായിരുന്നു. മന്ത്രി വി എൻ വാസവനൊക്കെ നേരത്തെ അത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. ഇതിൽ പിന്നീട് ഈ തീരുമാനം നടപ്പിലാവാതെ പോയത് എന്തുകൊണ്ടാണ്? അതിൽ ഏത് തലത്തിലാണ് അത് സംബന്ധിച്ചുള്ള വീഴ്ച വന്നിരിക്കുന്നത്? ഈ മിനിറ്റ്സിൽ നിന്ന് വ്യക്തമാവുന്നത് എന്താണ് ദീപക് ധർമ്മടം? റിജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മിനിറ്റ്സ് വളരെ കൃത്യമായി പറഞ്ഞാൽ ഈ ദുരന്തത്തിൻ്റെ കാരണത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ്. അതായത് ഒരു കൃത്യമായ തീരുമാനമെടുക്കുന്നു. അത് നടക്കുന്നത്, ആ ഉന്നതതല യോഗം നടക്കുന്നത് മെയ് 30 വൈകിട്ട് മെഡിക്കൽ കോളേജിൻ്റെ കോൺഫറൻസ് ഹാളിലാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് പങ്കെടുക്കുന്നു. ആ ജില്ലയുടെ ചുമതലയുള്ള സഹകരണ മന്ത്രി വി എൻ വാസവൻ പങ്കെടുക്കുന്നു. അതിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട്. അതിൽ വളരെ കൃത്യമായി ഈ കാലപ്പഴക്കം ചെന്ന കാലഹരണപ്പെട്ട കെട്ടിടത്തിൽ നിന്നും പൂർണ്ണമായും പണി തീർന്ന പുതിയ വകുപ്പിലേക്ക്, പുതിയ കെട്ടിടത്തിലേക്ക് വകുപ്പ് മാറണം എന്ന് നിർദ്ദേശിക്കുന്നു. മാത്രമല്ല അതിൻ്റെ മിനിറ്റ്സിൽ അടിവരയിട്ടൊരു കാര്യം പറയുന്നു. രണ്ടാമത്തെ പോയിന്റായി ഔദ്യോഗിക ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഇത് നടന്നത് ജൂലൈ 30-നാണ് തീരുമാനം, മെയ് 30 ഈ തീരുമാനമെടുക്കുന്നത്. പക്ഷേ ഇന്ന് ജൂലൈ 5 ഇത്രയും നാൾ എന്തുകൊണ്ട് മാറ്റിയില്ല? മാത്രവുമല്ല ഒരു ദാരുണമായ അന്ത്യം, ഒരു മരണമുണ്ടാകാൻ കാരണം ഈ ഷിഫ്റ്റിംഗ് നടക്കാത്തതാണ്. സർക്കാർ തലത്തിൽ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മന്ത്രിതല യോഗത്തിലെ തീരുമാനം നടപ്പിലാകാതെ പോയി. ഉദ്യോഗസ്ഥ തലത്തിൽ ഗുരുതരമായ വീഴ്ച മെഡിക്കൽ കോളേജിൽ സംഭവിച്ചു എന്നുള്ളതാണ് ഈ രേഖകൾ തന്നെ തെളിയിക്കുന്നത്. കാരണം ഇത് സർക്കാരിൻ്റെ മന്ത്രിതല യോഗത്തിൻ്റെ മിനിറ്റ്സാണിപ്പോൾ 24 പുറത്തുവിടുന്നത്. ആ മിനിറ്റ്സിൽ വളരെ കൃത്യമായി പറയുകയാണ് എത്രയും വേഗം ഷിഫ്റ്റിംഗ് നടക്കണമെന്നുള്ളത്. പക്ഷേ മാസം 1 കഴിഞ്ഞിട്ടും, അതായത് മെയ് 30 കഴിഞ്ഞ് ഈ ദുരന്തം നടക്കുമ്പോഴേക്കും 1 മാസക്കാല സമയം അവിടെ കിടക്കുകയാണ്. അത് എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം. ഗുരുതരമായ വീഴ്ച മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഈ സർക്കാർ രേഖ തന്നെ തെളിയിക്കുന്നത്. റിജിത്ത്, ദീപക്, ഈ തീരുമാനം അത് വളരെ പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു. ആ തീരുമാനം നടപ്പിലാക്കണം എന്നുള്ള നിർദ്ദേശം ഇങ്ങനെ ഒരു യോഗത്തിൽ വരികയും മന്ത്രിമാരടക്കം അതിന് നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തു. പിന്നീട് മാസങ്ങളുടെ വ്യത്യാസമുണ്ട്. അതിനൊരു ഫോളോ അപ്പോ കാര്യങ്ങളോ പിന്നീട് ഉണ്ടായില്ലേ ദീപക് ധർമ്മടം? റിജിത്ത്, ഇതിലൊരു പ്രശ്നം, ഫോളോ അപ്പ് ചെയ്യേണ്ടത് സ്വാഭാവികമായും ഈ മന്ത്രിതലത്തിലോ വകുപ്പ് തലത്തിലോ ഒന്നുമല്ല. കാരണം ഒരു തീരുമാനമെടുത്തു, ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടത് ആ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. മാത്രവുമല്ല അതിൽ കൃത്യമായി ആ മിനിറ്റ്സ് തന്നെ പറയുന്നുണ്ട് ഈ നടപടി ആരാണ് എടുക്കേണ്ടത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം പ്രിൻസിപ്പളാണ് എടുക്കേണ്ടത് എന്നുകൂടി പറയുന്നുണ്ട്. അതായത് മെഡിക്കൽ കോളേജ് അധികൃതരാണ് ഈ ഷിഫ്റ്റിംഗ് പ്രൊസീജിയർ പൂർത്തിയാക്കേണ്ടത്. അത് സാധാരണഗതിയിൽ ആരോഗ്യവകുപ്പിൻ്റെ ചട്ടം പ്രകാരം അങ്ങനെ തന്നെയാണ്. ഒരു കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായി കമ്മീഷനിങ് നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓരോ വകുപ്പുകളായി, അതായത് ഇതിപ്പോൾ സർജിക്കൽ വകുപ്പിന് വേണ്ടിയുള്ള പുതിയ കെട്ടിടമാണ്, ആ കെട്ടിടത്തിലേക്ക് ഓരോന്നോരോന്നായി മാറ്റുകയാണ് ചെയ്യേണ്ടത്. അതുതന്നെയാണ് ഇവിടെ നടക്കാതെ പോയതും. അതിൻ്റെ രേഖകളാണ് വളരെ കൃത്യമായി പ്രേക്ഷകർക്ക് കത്തിൽ കാണാവുന്നതാണ്, ഈ മിനിറ്റ്സിൽ കാണാവുന്നതാണ്. കൃത്യമായി പറയുന്നു ഔദ്യോഗിക ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കാതെ പുതിയ കെട്ടിടത്തിലേക്കുള്ള ഷിഫ്റ്റിംഗ് നടക്കണമെന്ന്. അതും ആരോഗ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിലാണ് ആ തീരുമാനമെടുത്തത്. അതൊരു ഉന്നതതല മന്ത്രിതല യോഗത്തിൻ്റെ തീരുമാനം. ആ തീരുമാനം നടപ്പാക്കാത്തതാണ് യഥാർത്ഥത്തിൽ കാരണം. മറ്റൊന്ന്, ഈ ഉദ്ഘാടനത്തിന് വേണ്ടി ഇത് വൈകിപ്പിച്ചു എന്നൊക്കെയുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അത്തരം പ്രചരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് കൂടി ഈ മിനിറ്റ്സ് തെളിയിക്കുന്നതാണ്. റിജിത്ത്,
ശരി, ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകുകയായിരുന്നു. മെയ് 30-നാണ് ഇങ്ങനെ മന്ത്രിമാരായ വീണ ജോർജും വി എൻ വാസവനും ഒക്കെ പങ്കെടുത്ത യോഗത്തിൽ ഈ ഉദ്ഘാടനത്തിനൊന്നും കാത്തു നിൽക്കാതെ തന്നെ ആ കെട്ടിടത്തിന്റെ പ്രവർത്തനം തുടങ്ങണം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. പക്ഷേ അത് പിന്നീട് അവിടെ നടപ്പായില്ല. അതിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൻ്റെ ഇത് ഗുരുതര വീഴ്ചയാണ് എന്ന് ചാണ്ടി ഉമ്മൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നതും നമ്മൾ കണ്ടു. ദീപക് ധർമ്മടം കോഴിക്കോട്ട് എന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.